എന്തിനാ മോളെ എപ്പോഴും അയാളെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നേ? എന്താ അവന്റെ വീട്ടിൽ ഭക്ഷണം വെക്കുന്നേ? അതെ, ഞാൻ വന്നത് ഫുഡിന് വേണ്ടിയല്ല കേട്ടോ. അല്ല, മീൻകറിന്റെ ഫോട്ടോ അയച്ചോണ്ടാ വന്നെന്ന് തെറ്റിദ്ധരിക്കണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അയ്യോ, വാവ് പുഷ്പ, വാവ്, അടിപൊളിയായിട്ടുണ്ട്. സത്യം പറ, നിന്റെ പെണ്ണാണ വന്നപ്പോ നിന്റെ മോന്ത കാണിക്കാതെ ഫിഷ് കറി ഉണ്ടാക്കിയാലേ മയക്കത്. നിനക്കിപ്പോ കല്യാണം കഴിഞ്ഞില്ലായിരുന്നെങ്കിലേ അങ്ങനെയാണെങ്കിൽ നിന്റെ കെട്ടിയ സന്തോഷായിട്ട് ജീവിച്ചേനെ. എന്തു പറ്റിയിടാ? എന്താ എന്താന്ന് എന്തേലും ഒന്ന് ചെയ്യ്. എന്താ കാണിക്കുന്ന? നീ ഒന്നും മിണ്ടാതിരിക്കും മോളെ. മുള്ളു തടഞ്ഞെന്നല്ലേ പറഞ്ഞേ? ആ മുള്ളിനെ ഞാൻ ഇപ്പൊ എടുത്ത് കാണിച്ചുതരാം. വായ തുറക്ക. വേണ്ട, അവനെ കൊല്ലം നിൽക്കുക. പോയി ചോര എന്തെങ്കിലും എടുത്തോണ്ട് വാ. ഇവൻ എവിടുന്ന് വന്നതാണാവോ? ഈ സമയത്ത് എങ്ങോട്ടാ? അത് പിന്നെ എന്തിനാ ചോറ് കഴിച്ചോണ്ടിരിക്കുന്നേ? അത് ചേച്ചി, ഭക്ഷണം മുള്ള്. അല്ല, നിങ്ങൾക്ക് തന്നെ കണ്ണേറ് പറ്റാതിരിക്കാൻ. നാട്ടുകാരുടെ കണ്ണ്, ബന്ധുക്കളുടെ കണ്ണ്, നായുടെ കണ്ണ്, മേലെ ഇരിക്കുന്നവന്റെ കണ്ണ്. മേലെ ഇരിക്കുന്നവനോ? അതാരാ? മേലെ ദൈവത്തിന്റെ കണ്ണും പറ്റാതിരിക്കട്ടെ. എന്റെ ദൈവമേ, ഇവളുടെ തലയ്ക്ക് വട്ട് പിടിച്ചിട്ടുണ്ടാവോ? ഇങ്ങതാ മോളെ. ഇനി മേലെ ഇവളുള്ളപ്പോ കഴിക്കാൻ വിളിക്കരുത്. കണ്ണുള്ളൂ. കണ്ണേറിനുള്ള ഭക്ഷണം അതിനാ നൽകിയത്. മുണ്ടക്കണ്ണിയുടെ നോട്ടം കണ്ടില്ലേ? ശരിയെന്ന് ഞാൻ പോയിട്ട് വരാം. നിനക്ക് എട്ടിന് പടി തരുവടി. ശ്രദ്ധിച്ചു പോണേ ബാലരാജ്. അമ്മയോട് എല്ലാം വേഗം തീർത്തു വെക്കാൻ പറയ്. പിന്നല്ലാതെ അവൻ ആരാ, നിങ്ങൾ ആരാ? അവന്റെ തൊണ്ടയിൽ മുള്ളു കയറിയതിന് മോൾക്ക് എന്തിനാ ഇങ്ങനെ പരിഭ്രമം? പറയേ. നിങ്ങൾ രണ്ടുപേർക്കിടയിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായ നല്ലത്. ആ ബാലരാജനോട് മോൾക്കുള്ളത് സ്നേഹമോ പ്രണയമോ? എന്തായാലും എനിക്കെന്താ. ഏക് ലഡ്ക ഏക് ലഡ്കി കഭി ദോസ്ത് നഹീ ബന്താ. അവനെന്താ നോക്കാത്ത? ആരെ കണ്ടില്ലെന്ന്? ഒന്നുമില്ല. എന്റെ കണ്ണിലൂടെ നോക്കടി. ബാലരാജ് ശരിക്കും ചന്ദ്രനെ പോലെയാ. ചന്ദ്രനിലുള്ള കറുപ്പ് പോലെയാ ബാലരാജിന്റെ താടി. എന്താന്നറിയില്ല, അവനിൽ എന്തോ ഉണ്ട്. മനസ്സെപ്പോഴും അവനെ ആഗ്രഹിക്കുന്നേ. ഫസ്റ്റ് ടൈം അവന്റെ കണ്ണിലേക്ക് എനിക്ക് നോക്കാൻ പറ്റാണ്ടായി. എന്റെ അമ്മോ, നിനക്ക് ഇവിടുന്ന് ഇത്രയും സൗന്ദര്യം മഹാ. ഇത് വെല്ലാൻ വേറെ ആർക്കും കഴിയില്ല. കാണാൻ എന്ത് സുന്ദരിയെന്നറിയോ? ദേവി മഹാമായേ, നീ എന്താടാ കാലേ വീഴുന്നേ? നിന്റെ ഒരു ഹെൽപ്പ് ആവശ്യം. എനിക്ക് തോന്നി കാര്യം കാണാനാന്ന്. നീ കാര്യം എന്താന്ന് പറ. എന്റെ അമ്മ മഹാലക്ഷ്മി ക്ഷേത്രത്തിലാ പോവാൻ പറഞ്ഞത്. അതിന് എന്നെ കാണാൻ വന്നെന്തിനാ? എനിക്ക് ലക്ഷ്മി മഹാലക്ഷ്മി ഒക്കെ നീയല്ലേ? അത് ശരി. എങ്കിൽ പൂജ ചെയ്ത് പ്രാർത്ഥിക്കേ. ടൈമിംഗ് അറിയാതെ വന്നോളൂ. ശരി, വന്ന കാര്യം എന്താന്ന് പറ. അത് ഗാന്ധിയുള്ള കുറച്ച് കടലാസ് വേണമായിരുന്നു. ബസിന്റെ കാൽക്കൽ വീണ് പറയേ. നരകത്തിലേക്ക് പോകുന്ന വഴിയിലെ സ്വർഗം. അവിടെ ഗാന്ധി മുത്തച്ഛനിടാവും ഈന്ന് ചിരിച്ചോണ്ട്. ഓ മതി, ഒന്ന് നിർത്ത്. നീയും ഗാന്ധിയും തമ്മിൽ നല്ല സ്ട്രോങ് ബന്ധല്ലേ? ഇതല്ല, മഹാത്മാഗാന്ധി കുറച്ചും കൂടി റിച്ച് ആയിരിക്കണം. ശകലം കൂടി റിച്ച്. അല്ല, നിനക്ക് പൈസ എന്തിനാ?
ഗണപതിയുടെ തടമ്പെടുത്ത് നാട് മൊത്തം കറങ്ങണം, പ്രസാദം കൊടുക്കണം, ഇതൊക്കെ ചെറിയ കാര്യമാണോ? നീ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതല്ലേ? അത് അതൊക്കെ കുടിച്ച് നശിപ്പിച്ച് കാണും. പിന്നെ ഞാൻ അയ്യോ, ഞാൻ തരില്ല, നീ പൊയ്ക്കേ. ഗണപതിയോട് സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിക്കാം, നിനക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അത് നീ നിനക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചാ പോരായിരുന്നോ? എനിക്കെന്ത് സംഭവിച്ചാലും നോക്കാൻ നീയില്ലേ. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. എങ്ങനെയുണ്ട്? ഇവരെവിടുന്നാ മോളെ കിട്ടിയത്? കാര്യം കാണാൻ കാല് പിടിക്കുന്നത് കണ്ടില്ലേ? കാര്യം കഴിഞ്ഞപ്പോ കോളർ തൂക്കി പിടിച്ചു പോകുന്നു. അവൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അവന്റെ മനസ്സിലൊന്നുമില്ല, ഉള്ളതുപോലെ പറയും. അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടം. एक लड़की एंड लड़का कभी दोस्त नहीं बनता. വരട്ടെ 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 വാ. ടിക്കറ്റ് 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 എല്ലാരും ടിക്കറ്റ് വാങ്ങണം. അടുത്ത സ്റ്റോപ്പിൽ ചെക്കിംഗ് ഉണ്ട്. ടിക്കറ്റ് വാങ്ങിക്കോ. ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. അമ്മേ ടിക്കറ്റ് വാങ്ങിച്ചോ? അമ്മേ ടിക്കറ്റ് വാങ്ങിച്ചോ? എങ്ങോട്ടാ പോണ്ടേ? അങ്ങോട്ട് പോണം. അങ്ങോട്ടോ? അങ്ങോട്ടെന്ന് പറഞ്ഞാ എങ്ങോട്ടാ? അങ്ങോട്ട് തന്നെ നിന്റെ മുത്തച്ഛനെ കാണാൻ. നിന്റെ മുത്തച്ഛനെ കണ്ടിട്ട് ഒരുപാട് നാളായി. ഞാൻ ജീവൻ പിടിച്ചു വെച്ചിരിക്ക. മുത്തച്ഛനെ കണ്ടിട്ട് ജീവൻ വിട്ടേക്ക. കിഴവി എങ്ങോട്ടാ പോണ്ടേന്ന് ചോദിച്ചപ്പോ ജീവൻ പിടിച്ചു വെച്ചിരിക്കുക, അപ്പൂപ്പനെ കാണാൻ പോണെന്നൊക്കെ പറയുന്നത്. എങ്ങോട്ടാ പോണ്ടേന്ന് പറ. മോന്ത കണ്ടില്ലേ മോന്ത? നിനക്കൊക്കെ ആരാടാ ജോലി തന്നത്? എംബോക്കി മര്യാദല്ലാതെ സംസാരിക്കുന്നു. 20 ഉറുപ്പിക ടിക്കറ്റ്. 20 രൂപയുടെ ടിക്കറ്റ്. എവിടെ ഇറങ്ങണം അവിടെ ഇറങ്ങിക്കോ. ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. എവിടെ പോണം? മുന്നിൽ ഇവിടെ നിന്ന് തുടങ്ങി അവിടെ നിന്ന് ഇവിടെ വന്ന് രുചിച്ച് താഴെ വന്ന് മൊത്തം എവിടെയൊക്കെ സ്പീഡ് ബ്രേക്കർ ഉണ്ടോ അവിടെയൊക്കെ സ്ലോ ചെയ്ത് ഒന്നുകൂടി താഴോട്ട് ഇറങ്ങി ഒന്ന് വലിച്ചു പിടിച്ചാ. എടാ എന്ത് പറ്റിയടാ നിനക്ക്? വേണ്ടാത്തടത്തൊന്നും പിടിക്കില്ലേ? എനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടടാ. ഞാൻ തൊട്ടിട്ടും നിങ്ങൾക്ക് ഒരു വികാരവും ഇല്ലല്ലോ. ശരി വീട്, ഞാൻ പോക വേണ്ടിയ സ്ഥലത്തേക്ക് ഒരു ടിക്കറ്റ് ഇങ്ങ് താ. ഇതാ ഇരി, പോയി ഇരി. ഇവിടെ പോയി ഇരിക്കാനാ? അവിടെ നോക്കി അവളുമാരിയ്ക്കാണ്, ഇവിടെ നോക്കി ഇവന്മാരിയ്ക്കാണ്. ഞാൻ ഇതാ തന്റെ ദേഹത്ത് വന്നിരിക്കാനാ. മാറി നിൽക്കടാ, അങ്ങോട്ട് മാറി നിൽക്ക്. കണ്ണു തുറന്ന് പിന്നെ ആരെ മുഖാണ് കണി കണ്ടത്? ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. വേഗത്തിൽ പോകുന്ന ബസ്സില് ശ്രീകുട്ടി ചിരിച്ചുകൊണ്ട് കുറച്ചു നാണത്തോടെ കണ്ണും നോക്കിക്കൊണ്ട് അവളൊന്ന് ചിരിച്ചപ്പോൾ വേഗത്തിൽ പോകുന്ന ബസ്സില് വേഗത്തിൽ പോകുന്ന ബസ്സില്. നീ എന്തോടി അവനെ വായം പൊളിച്ച് ഇങ്ങനെ നോക്കുന്നത്? ബാലരാജിന്റെ ചിരി നല്ല രസമുണ്ടല്ലേ? ഇല്ലല്ലോ, അത്രയ്ക്കൊന്നുമില്ലല്ലോ. എന്റെ കണ്ണിലൂടെ നോക്കടി. ബാലരാജ് ശരിക്കും ചന്ദ്രനെ പോലെയാ. ആ താടി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. എന്ത്? ആ താടിയോ? ഏയ് ഒന്നും മിണ്ടാതിരിക്കേ. ചന്ദ്രനിലെ കറുപ്പിനെ പോലെയാ ബാലരാജിന് ആ താടിയുള്ളത്. എന്റെ അമ്മോ. മഹാ മഹാ മഹാ, ബാലരാജ് എന്നെ നോക്കുന്നുണ്ടോ? ഒന്ന് നോക്കടി. ആ നോക്കുന്നുണ്ട്. എനിക്കറിയാം ബാലരാജ് എന്നെ നോക്കുന്നു. കഴിച്ചു. അതാ എന്റെ ബാലരാജ്. എടി, ഇവിടെ ഇരുന്ന് ഇങ്ങനെ പൊലമുതേലും ഭേദം അവനോട് നേരിട്ടങ്ങ് തുറന്നു പറഞ്ഞൂടെ? പറയാം. എന്നാലും ബാലരാജിനോട് എന്റെ പ്രണയം അങ്ങനെ വെറുതെ പറയാൻ പറ്റില്ല. അതിന് ഒരുപാട് പ്രിപ്പറേഷൻ വേണം. എന്ത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു? നല്ല സാരി ഉടുക്കണം, സെന്റ് അടിക്കണം, മുഖത്ത് നന്നായി മേക്കപ്പ് ഇടണം. അപ്പൊ എന്നെ കണ്ടിട്ട് അവൻ നോക്കി നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോ നോന്ന് പറയാൻ അവന് ഒരിക്കലും മനസ്സ് വരില്ല. എന്റെ അമ്മോ. അതിന് നിനക്കെന്താ? ഞാൻ തന്നെ ഇത്രയധികം പ്രിപ്പറേഷൻ ചെയ്യുന്നു. നിനക്കാണെങ്കിൽ നിന്റെ അമ്മ രാജകുമാരനെ കൊണ്ടുതരും.
നമസ്കാരം അമ്മേ. നമസ്കാരം. ആരാ? ഞാൻ ഈ ജില്ലയിലേക്ക് പുതുതായിട്ട് വന്ന ഡെപ്യൂട്ടി കളക്ടറാ. ഓ, ഇരിക്കൂ. എന്താ കാര്യം? കുഞ്ഞുപ്രായത്തിൽ എല്ലാവരും അമ്പിളിമാമന്റെ കഥ കേട്ടാ വളരാറ്. പക്ഷെ ഞാൻ മാത്രം നിങ്ങളുടെ കഥ കേട്ടാ വളർന്നത്. നിങ്ങൾക്കായാലും നിങ്ങളുടെ വാക്കിനായാലും ഭയങ്കര ബഹുമാനാണമ്മേ. നിങ്ങളെ ഒരു മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ നാടിന് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ വേണ്ടിയാ ഞാൻ കളക്ടർ ആയതമ്മേ. വളരെ സന്തോഷം. നല്ലത് ചെയ്യാനുള്ള മനസ്സ് ഈശ്വരൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അമ്മേ, നാട്ടിലെ ശുദ്ധജല തടാകത്തിന് വേണ്ടി നിങ്ങൾ പെറ്റീഷൻ കൊടുത്തിരുന്നു. പക്ഷേ ആ തടാകം ശുദ്ധീകരിക്കാൻ എക്സ്ട്രാ ഫണ്ട്സ് തരണമെങ്കിൽ ഗവൺമെന്റ് ഷ്യൂരിറ്റി ആവശ്യപ്പെടുന്നുണ്ടമ്മേ. അതിനെന്താ കുഴപ്പം ദാസേട്ടാ? നമ്മുടെ സ്വത്തും കാര്യങ്ങളും. അത് നിങ്ങളുടെ പെർമിഷൻ ചോദിക്കാതെ തന്നെ ഞാൻ ഷ്യൂരിറ്റി കൊടുത്തു. അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. എനിക്ക് വളരെ സന്തോഷമായി മോനെ. ഈശ്വരൻ കൂടെ ഉണ്ടാകും. ഹായ് മേ. വാ, ഇതെന്റെ മകളാ മഹാലക്ഷ്മി. ഹായ്. ഹായ്. ശരി അമ്മേ, ഞാൻ വരട്ടെ. എന്നാ അങ്ങനെ ആവട്ടെ, പോയി വരൂ. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്. മീൻകറി ഉണ്ടാക്കുക? ആ, എത്ര നേരം എടുക്കും? കുറച്ച് സമയം കൂടി മതി മോളെ. നീ എന്താ മോളെ ചെയ്യുന്നേ? ഫോട്ടോ എടുത്ത് യൂട്യൂബിലിട്ട് പുഷ്പയുടെ മീൻകറി എന്നും പറഞ്ഞ് എന്നെ ഫേമസ് ആക്കാൻ പോവാണോ? അതല്ലടി, ബാലരാജന് മീൻകറി ഭയങ്കര ഇഷ്ടമല്ലേ, അതുകൊണ്ടാ ഫോട്ടോ എടുത്ത് അയക്കുന്നത്. എന്താ മോളെ, മീൻകറിയുടെ വാസന കേട്ടപ്പോ നേരെ കിച്ചണിലേക്ക് വന്നോ? ആ അതമ്മേ. കൈ കാണിച്ച മോളെ. മോളെ മഹ, ഇപ്പൊ ഒരു പയ്യൻ വന്നിരുന്നില്ല, അവൻ എങ്ങനെയുണ്ട്? ആ കൊള്ളാമേ. ആ, ആ പയ്യനെ മോക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായമ്മേ. അപ്പോ ആ പയ്യനുമായുള്ള നിന്റെ കല്യാണം ഞാൻ പറഞ്ഞു ഉറപ്പിക്കട്ടെ? മീൻകറി കുറച്ച് മാറ്റി വെച്ചോളേ, മഹാ. കാണണ്ട. ആ ഉറപ്പിക്കട്ടെ എന്ന്. ആ, അമ്മയുടെ ഇഷ്ടമല്ല അമ്മ, എന്റെ ഇഷ്ടം. എന്റെ പൊന്നു മോളെ, അമ്മയ്ക്ക് സന്തോഷമായി. ഒന്ന് വേഗാകട്ടെ. നാച്ചിയാരമ്മയ്ക്ക് കല്യാണം, ഈ പെൺകുട്ടിക്കാണെങ്കിൽ മീൻകറി. കല്യാണം മീൻകറി ആവുന്ന പരുവാ. ബാലരാജ് എന്ന ഞാൻ ഈ നാടിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം ബൂട്ട് കട്ട് പാന്റ് ഇട്ടോണ്ട്. എന്തുവാടാ തലവനായി കഴിയുമ്പോ പറയാനുള്ള പ്രതിജ്ഞ ഇപ്പൊ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ? എന്നാണെങ്കിലും പഠിക്കേണ്ടതല്ലേ. പ്രസിഡന്റ് ആയതിനു ശേഷം നമ്മുടെ കല്യാണല്ലേ. ആ, കല്യാണം കഴിക്കും. കല്യാണത്തിന് ശേഷം നമ്മുടെ ഹണിമൂണും അല്ലേ. ആ, നിനക്ക് ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ? എനിക്ക് ബൂട്ട് കട്ടിട്ട് ഒരു കൊച്ചു ബാലരാജനെ വേണം. നിനക്കോ? എനിക്ക് നിന്നെ പോലെ സുന്ദരായ ഒരു മോള വേണം. അയ്യോ, പേരെന്താ വയ്ക്കുക? സുന്ദരി ലാവണ്യ. എങ്ങനെയുണ്ട് പേര്? എന്താടാ അടുത്തേക്ക് വരുന്നേ? മോള് വേണമെങ്കിൽ ആ, വേണമെങ്കിൽ മോള് വേണമെങ്കിൽ ഇത്ര അടുത്തെങ്കിലും വരണ്ടേ? മഹാ നിക്ക്, മഹാ മഹാ നിക്ക്, അവിടെ നിക്ക്, മഹാ നിക്ക്, മഹാ അവിടെ നിക്കാണല്ലോ പറഞ്ഞത്. സാർ, നിങ്ങളെന്താ ഇവിടെ? ആ, എന്നെ പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ തുന്നിക്കൊണ്ടിരിക്കുക. സാറ് ബിസിയാണെന്ന് പറഞ്ഞാ മതി. സാർ ഇപ്പൊ ബിസിയാ? ആരാ സാർ? അദ്ദേഹം ഏത് ചേട്ടനാ? നമ്മുടെ സ്റ്റേറ്റിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആളാരാ? അയാളെ ജയിപ്പിച്ചത് ഞാനല്ലേ. അദ്ദേഹത്തെ ജയിപ്പിച്ചത് നിങ്ങളാണോ? അദ്ദേഹത്തിന് മാത്രമല്ല, നേതാവിന് ഐഡിയ കൊടുത്തത് ഞാനാ. അതെയോ? അതിന് മമ്മൂട്ടി രാഷ്ട്രത്തിൽ വന്നില്ലല്ലോ സാറേ. മത്സരം വേണ്ടാന്ന് പറഞ്ഞത് ഞാനാ. നിങ്ങളും മമ്മൂട്ടി സാർ അത്രയും ക്ലോസ് ആണോ? ഡെയിലി ഒരു 3 തവണ സംസാരിക്കും. സാർ ഒന്ന് ഫോൺ ചെയ്ത് തരുമോ? ഞാൻ ഒരു ഹലോ മാത്രം പറയാം സാർ, പ്ലീസ്. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം എന്നെ ജയിപ്പിക്ക്. മെജോറിറ്റിയിൽ ജയിക്കാൻ എന്ത് ചെയ്യണം സാർ? അങ്ങനെയാണെങ്കിൽ നീ ഡ്രോപ്പ് ചെയ്തോ. നാച്ചിയാറമ്മ യുനാനിമസ് ആയിട്ട് പ്രസിഡന്റ് ആവുമല്ലോ. ഞങ്ങൾക്കറിയാം, പോടാ. എടാ, ഏതവനാടാ അത്? ഞാനുണ്ടല്ലോ. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഈ നാട്ടിൽ നിന്റെ ബ്രാൻഡ് എങ്ങനെ ആയി പോയണ്ടാ? അതോ സാറേ, എങ്ങനെയെങ്കിലും എനിക്ക് പ്രസിഡന്റ് ആക്കണം. പ്രസിഡന്റ് ആവുന്നത് കടയിൽ പോയി അരി മേടിക്കുന്ന പോലെ അത്ര ഈസിയായ കാര്യമല്ല. കൃഷി ഇറക്കണം, വെള്ളം ഒഴിക്കണം, അതെല്ലാം വെട്ടിയെടുത്ത് ഒരു കെട്ട് കെട്ടി മില്ലിലേക്ക് കൊണ്ടുപോകണം.
ഇത്രത്തോളം കഷ്ടപ്പെട്ടാലും കൃഷി ഇറക്കുന്നവന്റെ കയ്യിൽ ഒന്നും നിക്കത്തില്ല. അങ്ങനത്തെ സമയത്ത് നീ ഒരു പ്രസിഡന്റ് ആവണമെങ്കില് എന്തുമാത്രം കഷ്ടപ്പെടണമെന്ന് ഓർത്തോ. എനിക്ക് അത്ര ടൈമൊന്നുമില്ല സാർ. ഞാനൊക്കെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുന്ന ടൈപ്പാ. നിന്നെ പോലത്തെ ആൾക്കാർക്ക് വേണ്ടിയാ എന്നെ പോലത്തെ പീക്കേള് വരുന്നത്. ഈ നാട്ടിൽ വന്നത് തൊട്ട് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ നാട്ടില് ഭാര്യമാരെല്ലാം ഭർത്താവ് പറയുന്നതാ കേൾക്കുന്നത്. അപ്പൊ ഭർത്താക്കന്മാര് വെള്ളം പറയുന്നതാ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വെള്ളാടി ഓട്ടുപിടി ഇതായിരിക്കണം നമ്മുടെ കോൺസെപ്റ്റ്. മനസ്സിലായി സാർ. നാട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ഫസ്റ്റ് ക്ലാസ് ചാരായം കൊടുക്കുന്നു, കുടിക്കുന്നു, നമ്മൾ അടിച്ചു പൊളിക്കുന്നു. വാ സാർ.